ഇതാണ് ഓർ മൈക്രോസ്കോപ്പ്. ഇത് നമ്മൾ ക്രിസ്റ്റലിൻ്റെ പഠനത്തിനും അതുപോലെ തന്നെ മിനറൽ ഐഡൻറ്റിഫിക്കേഷൻ, ഫൈബർ അനാലിസിസ്, മെറ്റീരിയൽ ടെസ്റ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ ക്രിസ്റ്റലിൻ്റെ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറും ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ മിനറൽ ഐഡൻറ്റിഫിക്കേഷൻ ആണെങ്കിൽ റോക്സിൻ്റെയും മിനറൽസിൻ്റെയും ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ജിയോളജിയിലാണ് അത് യൂസ് ചെയ്യുക. പിന്നെ ഫൈബർ അനാലിസിസിലേക്ക് വരികയാണെങ്കിൽ നാച്ചുറലി സിന്തസിസ് ആയിട്ടുള്ള ഫൈബേഴ്സ്. ഇതാണ് നമ്മളെ ക്രോസ് ഐ പീസ് എന്ന് പറയുന്നത്. ഇതൊരു സ്പെഷ്യൽ ഐ പീസ് ആണ്. ഇതിൽ നമുക്ക് ക്രോസ് വയർ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പെസിമെനോ അല്ലെങ്കിൽ ഒരു മിനറലിനെ ആക്യുറേറ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാനോ സെൻറ്റർ ചെയ്യാനോ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, ഒരു മിനറൽസിൻ്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇതാണ് മൈക്രോസ്കോപ്പ് ഐ പീസ് എന്ന് പറയുന്നത്. 10x ആണ് വരുന്നത്. ഇത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഫങ്ഷൻ പറയുകയാണെങ്കിൽ ഒരു മിനറൽസ് അല്ലെങ്കിൽ ക്രിസ്റ്റലിൻ്റെ സൈസ്, തിക്നെസ്, ഡയമീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതാണ് അനലൈസർ എന്ന് പറയുന്നത്. ഇത് സ്പെഷ്യൽ പോളറൈസിങ് ഫിൽറ്റർ ആണ്. ഇതിൻ്റെ ഫങ്ഷൻ വരികയാണെങ്കിൽ സ്പെസിമെനിൽ നിന്ന് വരുന്ന പോളറൈസ്ഡ് ലൈറ്റിനെ ഇത് അനലൈസ് ചെയ്തിട്ട് റിട്ടാർഡേഷൻ പ്ലേറ്റിലൂടെ സ്പെസിമെനിൽ നിന്ന് വരുന്ന പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ലൈറ്റ് റേസ് സ്പ്ലിറ്റ് ചെയ്യും. അത് തമ്മിൽ ഉണ്ടാകുന്ന ഡിലേ വ്യക്തമായിട്ട് കാണാൻ സഹായിക്കും. ഇതാണ് ബെർട്ടൺ ലെൻസ്. ഇത് ഒരു സ്പെഷ്യൽ ഒപ്റ്റിക്കൽ ലെൻസ് ആണ്. ക്രിസ്റ്റലിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ഇൻ്റർഫറൻസ് റിഫറൻസ് കാണാൻ സഹായിക്കും. ക്രിസ്റ്റലിൻ്റെ ഒപ്റ്റിക്കൽ ആക്സിസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കും. മെയിൻ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ നമ്മൾ ലൈറ്റ് സോഴ്സ് ആക്റ്റീവ് ആവും. നമുക്ക് ഇൻസിഡൻറ്റ് ലൈറ്റും ഉണ്ട്, ട്രാൻസ്മിറ്റർ ലൈറ്റും ഉണ്ട്. ഇൻസിഡൻറ്റ് ലൈറ്റ് മുകളിൽ നിന്ന് സാമ്പിളിൽ കൂടെ വന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അത് നമ്മൾ മെറ്റൽ അങ്ങനത്തെ ഇതിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ട്രാൻസ്മിറ്റർ ലൈറ്റ് എന്ന് പറയുന്നത് താഴെ നിന്ന് സ്പെസിമെനിലൂടെ കടന്നു പോയിട്ട് നമുക്ക് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ക്രിസ്റ്റലോ അതൊക്കെ കാണാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് 3 ഒബ്ജക്റ്റീവ് ലെൻസ് വരുന്നുണ്ട്. 4ാമത്തെയും കൂടി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് സർക്കുലർ റൊട്ടേറ്റിംഗ് സ്റ്റേജ് ഉണ്ട്. ഇതാണ് റൊട്ടേറ്റിംഗ് സ്റ്റേജ് സ്കെയിൽ. ഇത് സാമ്പിൾ റൊട്ടേറ്റ് ചെയ്യാനും അതിൻ്റെ ഡിഗ്രി തിരിച്ച് മെഷർ ചെയ്യാനും സഹായിക്കും. അതുപോലെ ഇത് കളർ ചേഞ്ച്, ലൈറ്റ് എഫക്റ്റ് ചേഞ്ച്, ബ്രൈറ്റ്നസ് ചേഞ്ച് ഇത് റൊട്ടേറ്റ് ചെയ്തതിന് നമുക്ക് ആ ഒരു ക്രിസ്റ്റലിലോ അല്ലെങ്കിൽ സാമ്പിളിലോ ഉണ്ടാകുന്ന ഇത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഈ സ്മോൾ നോബ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നമ്മൾ റൊട്ടേറ്റിംഗ് സ്റ്റേജ് സ്കെയിലിൻ്റെ ഇത് മുകളിലേക്കും താഴത്തേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വലിയ നോബ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ സർക്കുലർ സ്റ്റേജ് വരെ ആ ഇത് ഉൾപ്പെടുന്ന ഭാഗം നമുക്ക് മുകളിലേക്കും താഴത്തേക്കും ആയിട്ട് നമ്മളെ സാമ്പിൾ കറക്റ്റ് കാണാൻ പറ്റും. ഇനി ഇതിൽ ഡയഫ്രം വരുന്നുണ്ട്. അത് മൈക്രോസ്കോപ്പിൻ്റെ ലൈറ്റിൻ്റെ എമൗണ്ട് കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. സ്പെസിമെനിലേക്ക് കിടക്കുന്ന ലൈറ്റിൻ്റെ ക്വാണ്ടിറ്റി റെഗുലേറ്റ് ചെയ്തിട്ട് ഇമേജ് ക്ലിയർ ആയിട്ട് കാണാൻ സഹായിക്കും. ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനും യൂസ് ചെയ്യും. മൈക്രോസ്കോപ്പിലെ ക്യാമറ സ്പെസിമെൻ്റെ ഇമേജ് ക്യാപ്ചർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും സഹായിക്കും. ഇമേജസിൻ്റെ ഒബ്സർവേഷൻ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യാനും റിസർച്ചും ഡോക്യുമെൻറ്റേഷനും ഈസിയാക്കി മാറ്റാനും യൂസ്ഫുള്ളാണ്. ഇമേജ് ലൈവ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാനും പറ്റും. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു പെൻ ഡ്രൈവും അതുപോലെ തന്നെ ഒരു ഫിൽറ്റർ സ്ലൈഡും വരുന്നുണ്ട്. കളർ ഫിൽറ്റർ സ്ലൈഡ്